വർഷം തന്നിട്ട് അത് അതിവർഷമാണോ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ, വർഷത്തിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കും അല്ലേ? 4 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നും, കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ ലീപ്പ് ഇയർ ആണ് എന്നും നമ്മൾ പറയും. അതിവർഷമാണെന്നും അതിവർഷമല്ല എന്നും നമ്മൾ പറയും. ഇനി വേറൊരു വർഷമുണ്ട് 2100. ഇത് ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. എന്നാലും പക്ഷേ ഇത് എന്തല്ല, ലീപ്പ് ഇയർ അല്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ വർഷം അവസാനിക്കുന്നത് 2 സീറോസിലാണ്, 2 പൂജ്യത്തിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള വർഷങ്ങൾ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 അല്ല ഉപയോഗിക്കേണ്ടത്, പകരം 400 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പർ 2100 400 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ ആ വർഷം ലീപ്പ് ഇയർ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 400 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ആപ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇൻഫോർമേഷൻസും അടിപൊളി ക്ലാസ്സിനും വേണ്ടി വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.